പക്ഷേ കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നോക്കുകൂലിയാണ് ഇപ്പൊ ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന 2,70,00,000 രൂപ പല സോഴ്സിൽ നിന്ന്. അതായത് കടമായിട്ടെടുക്കുന്നു, തിരിച്ചു കൊടുക്കുന്നില്ല, മുതൽ കൊടുക്കുന്നില്ല, പലിശ കൊടുക്കുന്നില്ല, സേവനം ചെയ്യാമെന്ന് പറയുന്നു, പക്ഷെ സേവനമൊന്നും തന്നെ കൊടുക്കുന്നില്ല, സേവനമൊന്നും കിട്ടിയതായിട്ട് ആ കമ്പനിക്ക് അറിയില്ല. എന്നിട്ട് ഉയർന്ന തുക കമ്പനിക്കും കിട്ടുന്നുണ്ട്, വ്യക്തിക്കും കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കേവലം ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന ഒരു കേസ് എന്ന രീതിയിലേക്ക് നമുക്ക് കാണാൻ കഴിയില്ല. CPM എന്ന സംവിധാനത്തിന് ഇതിലുള്ള ഉത്തരവാദിത്തമുണ്ട്. കാരണം അവരിവിടെ ശ്രമിച്ചത് എന്താണ്? ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലത്തേക്കുള്ള ഒരു സമീപനമായിരുന്നില്ല അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന പ്രതികരണങ്ങൾ സൂചിപ്പിച്ചത്. മറിച്ച് വീണാ വിജയന് വലിയ രീതിയിലത്തേക്കുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടാക്കുക എന്നതായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് വീണാ വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു കമ്പനി ഈ രീതിയിലത്തേക്കുള്ള വഴിവിട്ട സഹായം നൽകാനായിട്ട് തീരുമാനിക്കുക? അവർക്ക് കൊടുക്കുന്നു, അവരുടെ കമ്പനിക്ക് കൊടുക്കുന്നു, പിന്നെ അവർക്ക് പലിശരഹിതമായിട്ടുള്ള വായ്പയൊക്കെ തന്നെ കൊടുക്കുന്നു, അല്ലെങ്കിൽ മുതൽ രഹിതമായിട്ടുള്ള വായ്പ ഇവിടെ കൊടുക്കുന്നു. ഇത് കൊടുക്കാനുള്ള സാഹചര്യം എന്താണ്? മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള ഒരൊറ്റ പൊസിഷൻ കൊണ്ടാണ് സക്തം. അതല്ലാതെ ഇത് ഏതെങ്കിലും ഒരു ബിസിനസ്സുകാർക്ക് കിട്ടിയിരിക്കുന്ന, ഏതെങ്കിലും ഒരു IT വ്യവസായം ചെയ്ത ഒരാളിന് കിട്ടിയിരിക്കുന്ന ഒരു കോൺട്രാക്ട് അല്ല. ഈ കിട്ടിയിരിക്കുന്നതിന്റെ അർത്ഥം അത് മുഖ്യമന്ത്രിയുടെ ബന്ധുവാണ് എന്നതുകൊണ്ടാണ്. ഈ മൂല കാരണമാണ് ആദ്യം തന്നെ ഈ അന്വേഷണ ഏജൻസികൾ പറഞ്ഞത്. അവിടെ തന്നെയാണ് ബന്ധുത്വം എന്ന വഴിക്കോ, ഇനി അതല്ല ആ ബന്ധുവിന് നേരിട്ട് എന്ന രീതിയിലത്തേക്ക് PV എന്ന 2 ഇനിഷ്യലുകൾ സൂചിപ്പിച്ചതോ ഒക്കെ തന്നെ. അതിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാരിൽ മിക്കവാറുമുള്ള എല്ലാ ആൾക്കാരും ഇത് പാർട്ടിക്ക് വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന ഫണ്ടാണെന്ന് പറഞ്ഞപ്പോഴും ആ PV ഞാനല്ല എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ മകളെയാണ് ഇന്നിതിൽ പ്രതി ചേർത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് പെട്ടെന്ന് ഒളിച്ചോടാനുള്ള ഒരു സംവിധാനം CPM-നില്ല, മുഖ്യമന്ത്രിക്കില്ല. ഇപ്പൊ നേരത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പ്രതികരിക്കാതെ പോകുന്ന മന്ത്രിയായിട്ടുള്ള ശ്രീ മുഹമ്മദ് റിയാസിന് ഇല്ല. അപ്പൊ അവരുടെ ഉത്തരവാദിത്വം കൂടുതലാണ്. വെറുതെ എങ്ങനെ ഒരാൾക്ക് പണം കൊടുക്കേണ്ടത് ആവശ്യം കർത്തയ്ക്ക് എന്താണ് എന്ന ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് ഈ ആൾക്കാരൊക്കെ തന്നെയാണ്.